ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ കണ്ടൻറ്റ് കുജദോഷം അല്ലെങ്കിൽ മാച്ച് മേക്കിങ്ങിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് കുജദോഷം. ഇന്ന് നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ കുജദോഷം ഉണ്ടെങ്കിൽ ആ ചാർട്ട് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ആ ചാർട്ടുമായിട്ട് മുമ്പിലോട്ട് പോകുമ്പോഴത്തേന് പല രീതിയിലുള്ള പൂജകളും റെമഡിയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പല ഗിമിക്സും ഇന്ന് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ പലരും പറയുന്നുണ്ട്. ഓക്കെ, ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയാൻ മേലാത്ത ആൾക്കാർ. അസ്ട്രോളജി ഒറിജിനേറ്റ് ചെയ്തത് ഇന്ത്യയിലല്ല, അത് ഗ്രീക്കും അറബിക് രാജ്യങ്ങളിൽ നിന്നുമാണ് ഇത് ശരിക്കും ഒറിജിനേറ്റ് ചെയ്തത്. അത് കളക്റ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വർഷങ്ങളായിട്ട് അത് ഇവിടെ വന്ന് റീബിൽഡ് ചെയ്ത ഒരു സാധനമാണ് വേദിക് അസ്ട്രോളജി. അപ്പം നമ്മൾ എപ്പോഴും ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുമ്പോഴത്തേന് അത് എവിടെ നിന്നാണോ അതിൻ്റെ ഉറവിടം, അതിനെ വണങ്ങിയിട്ട് വേണം പല കാര്യങ്ങളും പറയാനായിട്ട്. എങ്ങനെ ഇന്ത്യയിൽ കുജദോഷം, അല്ലെങ്കിൽ ഇപ്പം കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ കുജദോഷമെന്നൊക്കെ പറഞ്ഞ് മാംഗലിക് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് അതങ്ങനെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് റിലിജിയനിലൊക്കെ കാണിക്കുന്ന അതേ ശുദ്ധ മണ്ടത്തരമാണ് ഇന്ന് കുജദോഷവും എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ കല്യാണം നടത്താതിരിക്കുന്നു, അല്ലെങ്കിൽ അത് ചെയ്യണമെങ്കിൽ ഇത്ര രൂപയ്ക്ക് റെമഡി ചെയ്യണം, അല്ലെങ്കിൽ പൂജ ചെയ്യണം, വഴിപാട് ചെയ്യണമെന്ന്. ഓക്കെ, ഇതൊക്കെ പറയുന്നതിൻ്റെ മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ ഡെസ്റ്റിനി പൂജ ചെയ്തോ വഴിപാട് ചെയ്തോ മാറ്റാൻ പറ്റുന്നതല്ല. അപ്പം നമ്മൾ ഒരു മാച്ച് മേക്കിങ്ങിന് വേണ്ടി ഒരാളുടെ ജാതകം നമ്മുടെ കയ്യിൽ വരുമ്പോഴത്തേന് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മാച്ച് മേക്കിംഗ് ചെയ്യുന്ന രണ്ട് വ്യക്തികളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും എക്സാക്റ്റ് ആയിട്ടാണോ എന്ന് നോക്കണം. അങ്ങനെ രണ്ട് പേരുടെ ബർത്ത് ഡീറ്റെയിൽസ് കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ മാച്ച് മേക്കിങ്ങിനോ അല്ലെങ്കിൽ ഒരാളുടെ ഡെസ്റ്റിനി അറിയാനോ ആയുസ് അറിയാനോ ഒക്കെ നമ്മൾ ഒരു അസ്ട്രോളജി അറിയാവുന്ന നല്ലൊരാളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാവുള്ളൂ. പ്രശ്നം വെച്ച് പറയുകയോ അല്ലെങ്കിൽ ചുമ്മാ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുന്നവർക്കൊന്നും ഈ ജ്യോതിഷം എന്താണെന്ന് അറിയത്തില്ല. അത് മനസ്സിലാകണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇൻഡെപ്തായിട്ടുള്ള ചാർട്ട് ബേസ് ഇതിൻ്റെ എൻഡിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുജദോഷം എന്ന് പറഞ്ഞ ഒരു ദോഷം കൊണ്ട് ഒരാണും പെണ്ണും കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്നും സംഭവിക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ ചാർട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ആ ചാർട്ടിനൊരു ലെങ്ത് ഉണ്ട്. ഓക്കെ, ഇത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും, 50 വയസ്സ് വരെ, 30 വയസ്സ് വരെ, 60 വയസ്സ് വരെ, 70 വയസ്സ് വരെ, 80 വയസ്സ് വരെ. അപ്പം നമ്മൾ ഇപ്പം രണ്ട് പേരുടെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോഴത്തേന് പല രീതിയിലുള്ള അനിഷ്ട യോഗങ്ങളൊക്കെ കാണും. ഓക്കെ, അപ്പം രണ്ടു പേർക്കും ആയുർബലം ഉണ്ടെങ്കിൽ എന്തൊക്കെ അനിഷ്ടബലങ്ങളുണ്ടെങ്കിലും ആ വ്യക്തികൾ മരിക്കത്തില്ല. അടിച്ചു പിരിയും, അല്ലെങ്കിൽ ചീറ്റിങ് ചെയ്യും, അല്ലെങ്കിൽ ധനനഷ്ടം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ മരണസമാനമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ ഇതൊക്കെയാണ് കോമൺ സെൻസ് ഉപയോഗിക്കണം. അസ്ട്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഭവം കൊണ്ട് പഠിക്കുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഡെസ്റ്റിനി ഉണ്ട്. ആ പെർട്ടിക്കുലർ ടൈമിൽ എന്ത് കാര്യവും നടക്കത്തുള്ളൂ. അതുപോലെ തന്നെ ആർക്കും ആരുടെ വിധിയും മാറ്റാൻ പറ്റത്തില്ല, മരണവും മാറ്റാൻ പറ്റത്തില്ല, സക്സസ്സും മാറ്റാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഓരോരുത്തർക്ക് വരുന്ന ദോഷങ്ങളും മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ജ്യോതിഷത്തിൽ റെമഡീസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജ്യോതിഷം നോക്കരുത്. നിങ്ങൾ പള്ളിയിലും അമ്പലങ്ങളിലും നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. ഒരു അസ്ട്രോളജർ അടുത്തും പോകരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്യോതിഷം നോക്കിയാലും നോക്കിയില്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ബർത്ത് ഡീറ്റെയിൽസ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വരാനുള്ള ബ്ലെസ്സിങ്സും അതുപോലെ തന്നെ നാശങ്ങളും നിങ്ങളെ തേടി അതിൻ്റെ കറക്റ്റ് ടൈമിൽ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മണ്ടന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രമല്ല, ഇതൊരു പ്യുവറായിട്ടുള്ളൊരു സയൻസാണ്. ഓക്കെ, അത് കൈകാര്യം ചെയ്യുന്നതും അതേ രീതി വേണം. കാരണം എന്ന് വെച്ചാൽ, ഇന്ന് പൂജ, വഴിപാട്, കൂടോത്രം, മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഓരോ രീതിയിൽ നടക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. നമ്മൾ ഒരാളുടെ ജാതകം നോക്കുമ്പോൾ തന്നെ ആ ആൾക്ക് ആയുർബലമുണ്ടെങ്കിൽ, 80 വയസ്സ്, 100 വയസ്സ്, 70 വയസ്സൊക്കെ ഉണ്ടെങ്കിൽ, അയാളുടെ മാച്ച് മേക്കിംഗ് ചെയ്യുന്ന 25 വയസ്സിലോ 28 വയസ്സിലാണെങ്കിൽ എന്തെങ്കിലും ഒരു അനിഷ്ടയോഗം ഉണ്ടെങ്കിലും അതിൽ നിന്ന് ആ വ്യക്തി എക്സിറ്റ് ആവും. അതുപോലെ തന്നെ കുജദോഷം ആക്റ്റീവ് ആകുന്നത് രണ്ട് വ്യക്തികൾ, ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാകുമ്പോഴാണ് അത് ആക്ടിവേറ്റ് ആകുന്നത്. കുട്ടികളുണ്ടായില്ലെങ്കിൽ
പുരുഷന് സ്ത്രീ മരിച്ച തുല്യവും അതുപോലെ തന്നെ സ്ത്രീക്ക് ഭർത്താവ് മരിച്ചതിന് തുല്യവുമായിട്ടുള്ളൊരവസ്ഥയാണ്. അത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം മാച്ച് മേക്കിങ്ങിൽ സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നത് കുജൻ ലഗ്നത്തിലോ 2-ലോ 4-ലോ 7-ലോ 8-ലോ 12-ലോ നിന്ന് കഴിഞ്ഞാൽ അതുപോലുള്ള പ്ലാനറ്ററി അലൈൻമെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടേ നമ്മൾ ഒരു പ്രപ്പോസലുമായിട്ട് മുമ്പിലോട്ട് പോകാവുള്ളൂ. അതിപ്പം മാരേജ് എന്നല്ല, ബിസിനസ്സിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും. ഓക്കെ, അപ്പം അങ്ങനെ ഈ ലഗ്നത്തിലോ 2-ലോ 4-ലോ 7-ലോ 8-ലോ 12-ലോ നിന്നാൽ മാത്രം പോരാ. ആ കുജൻ്റെ കൂടെ സൂര്യൻ, ചന്ദ്രൻ, രാഹു, കേതു, ശനി ഇവ ഗ്രഹങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത്, 1-ാം ഭാവത്തിലാണോ നിൽക്കുന്നതെങ്കിൽ കുജന് ഇത്ര ഗ്രഹങ്ങളുമായിട്ട്, അല്ലെങ്കിൽ 2-ാം ഭാവത്തിലാണോ, 4-ാം ഭാവത്തിലാണോ, 7-ാം ഭാവത്തിലാണോ, 8-ാം ഭാവത്തിലാണോ, 12-ാം ഭാവത്തിലാണോ, ഏത് ഭാവത്തിൽ നിൽക്കുന്നു ആ ഭാവത്തിന് നാശം ഉണ്ടാവും. ഓൾറൈറ്റ്, ഞാൻ ഇനിയും പറയുന്ന 3-4 പ്ലാനറ്ററി അലൈൻമെൻറ്റ് കുജദോഷത്തിനേക്കാട്ടിലും കൂടുതൽ എഫക്റ്റുള്ള ഒരു പ്ലാനറ്ററി അലൈൻമെൻറ്റാണ്. നിങ്ങളുടെ ജന്മലഗ്നം മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഈ 12 രാശിയിൽ ഏതെങ്കിലും ഒരു രാശിയിലായിരിക്കും നമ്മളെല്ലാം, ഏതെങ്കിലും ഒരു ഡിഗ്രിയിലായിരിക്കും നമ്മൾ ജനിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളൊരു മാച്ച് മേക്കിങ്ങിനായിട്ട് ഒരു അസ്ട്രോളജർ എടുത്ത് ചെല്ലുമ്പോഴത്തേന് നിങ്ങളുടെ പാർട്ട്ണറുടെ, അതിപ്പം മെയിലായിരിക്കട്ടെ ഫീമെയിൽ ആയിരിക്കട്ടെ, ആരുടെയെങ്കിലും ഒരു ചാർട്ടിൽ സൂര്യനും കേതുവും കൂടെ 7-ലോ 8-ലോ നിൽക്കുകയാണെങ്കിൽ, അത് ഭാവജലത്തെടുക്കുമ്പോഴത്തേനും അതേ പൊസിഷനിലാണെങ്കിൽ, നിങ്ങളുടെ ബർത്ത് ഡീറ്റെയിൽസ് കറക്റ്റായിട്ടുള്ള ഒരു ബർത്ത് ഡീറ്റെയിൽസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 7-ലോ 8-ലോ സൂര്യനും കേതുവും നിൽക്കുവാണെങ്കിൽ, ഭാവജലത്തിനകത്ത് നിൽക്കുവാണെങ്കിൽ, നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞാലും ആ പ്രപ്പോസലുമായിട്ട് നിങ്ങൾ മുമ്പിലോട്ട് പോകരുത്. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് എഫക്റ്റാണ് ഈ കാര്യങ്ങൾക്കൊക്കെ. എന്തെങ്കിലും ഒരു നാശം ഉണ്ടാവും, മരണസമാനമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ സൂര്യനും കേതുവും 7-8-ൽ നിന്നാലോ, അതുപോലെ തന്നെ അടുത്ത പവർഫുൾ ആയിട്ടുള്ള ഒരു കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ 11-ൽ രാഹു നിൽക്കുക, ഒരു മരണസമാനമായിട്ടുള്ള ഒരു കൺജങ്ഷനാണ്. ഓക്കെ, കല്യാണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയോ ഭർത്താവോ മരിക്കും. അതുപോലെ തന്നെ 8-ൽ കുജനും കേതുവായിട്ട് നിൽക്കുക. ഇവ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ആ പ്രപ്പോസലുമായിട്ട് മുമ്പിലോട്ട് പോകരുത് മാച്ച് മേക്കിങ്ങിൽ, പ്രത്യേകിച്ച് ആണുങ്ങൾ. റൈറ്റ്, ഞാൻ ഇനിയും കാണിക്കുന്ന ആ 7-10 ചാർട്ട് കുജദോഷത്തിൻ്റെ എക്സ്ട്രീമായിട്ടുള്ള എഫക്റ്റ് അറിയുന്ന കാണിക്കുന്ന കുറച്ച് ചാർട്ടുകളാണ്. ഓക്കെ, അപ്പം അത് പറയുന്നതിൻ്റെ മുമ്പേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുജദോഷം ആക്റ്റീവ് ആകുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാകുമ്പോഴാണ്. കുട്ടികളുണ്ടായില്ലെങ്കിൽ ഭാര്യ മരിച്ചതിനും ഭർത്താവ് മരിച്ചതിനും തുല്യമാണ്. ഓക്കെ, എക്സാമ്പിളായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്ന ഈ ഫസ്റ്റ് ചാർട്ടിൽ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് ലഗ്നത്തിൽ ശുക്രനും ചന്ദ്രനും നിൽക്കുകയാണ്. 2-ൽ കുജൻ, 3-ൽ കേതു, വ്യാഴം, 6-ൽ പ്ലൂട്ടോ, 8-ൽ നെപ്റ്റ്യൂണും യുറാനസും, 9-ൽ രാഹു, സാറ്റണും. ഓക്കെ, 11-ൽ നീചത്തിൽ ബുധൻ, സൂര്യൻ 12-ൽ. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രഡിക്ഷൻ സൈഡിലും ജാതകം നോക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരാളുടെ ഭാവിയെപ്പറ്റി അറിയുന്നത് 3 ചാർട്ട് പ്രകാരമാണ്. രാശി ചാർട്ട്, ഈ D1 ചാർട്ട്, ഭാവജൽ ചാർട്ട്, D30. ഓക്കെ, ഈ 3 ചാർട്ട് പ്രകാരമാണ് പ്രഡിക്ഷൻ സൈഡ് നോക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രഹനില കിട്ടുവാണ്. അപ്പോൾ ഇതിന് കുജദോഷം ഉണ്ടോ എന്ന് അറിയാനായിട്ട്, അപ്പം സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞേക്കുന്നില്ല, ലഗ്നത്തിലോ 2-ലോ 4-ലോ 7-ലോ 8-ലോ 12-ലോ കുജം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു കുജദോഷമുള്ളൊരു കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ എന്നെങ്കിലും അനിഷ്ട യോഗങ്ങളുണ്ടാകും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ ഡിവോഴ്സ് ആവും, അല്ലെങ്കിൽ ചീറ്റിങ്, അല്ലെങ്കിൽ മരണം, അല്ലെങ്കിൽ മരണസമാനമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാകും. ഓക്കെ, അപ്പം ഈ ഗ്രഹനില പ്രകാരം നമ്മൾ ഇപ്പം ഫസ്റ്റ് സ്ട്രെച്ചിൽ 2-ൽ കുജം നിൽക്കുവാണ്. ഓക്കെ, ഞാൻ ഭാവജലത്തെടുത്ത് നോക്കുമ്പോഴത്തേന് 3-ലെ കേതു 2-ൽ വന്നു, കേതു 2-ൽ കുജനുമായിട്ട് നിൽക്കുവാണ്. ഓക്കെ, അപ്പം സ്ക്രിപ്റ്റേഴ്സിനകത്ത് പറയുന്നത് പോലെ നമ്മൾ ലഗ്നത്തിലോ 2-ലോ 4-ലോ 7-ലോ 8-ലോ 12-ലോ കുജം നിന്ന് കഴിഞ്ഞാൽ ആ ചാർട്ട് കുജദോഷമുള്ളൊരു ചാർട്ടാണ്. ഓക്കെ, അപ്പം അതിൻ്റെ കൂടെ രാഹു, കേതു, സാറ്റേൺ,
ഇവ ഗ്രഹങ്ങൾ കൺജങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അനിഷ്ടയോഗമാണ്. കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിൽ ചീറ്റിങ്ങോ അല്ലെങ്കിൽ ഡിവോഴ്സോ അല്ലെങ്കിൽ അടിച്ചു പിരിയുകയോ ഒക്കെ ചെയ്യും. ഓക്കെ, അപ്പം മരണപ്പെടുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ ഈ ജാതക പ്രകാരം 2-ൽ കേതു, കുജൻ്റെ കൂടെ കേതു 2-ൽ നിൽക്കുകയാണ്. ഓക്കെ, ലഗ്നത്തിലോ 2-ലോ 4-ലോ 7-ലോ 8-ലോ 12-ലോ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ആ ഭാവം വരുന്ന ഭാഗത്തിന് എന്തെങ്കിലും അനിഷ്ട യോഗങ്ങളുണ്ടാകും. അപ്പം ഈ ഒരു ക്ലോസ് ഇതിനകത്ത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനിയും രണ്ടാമത്തെ ചാർട്ട് നോക്കുമ്പോഴത്തേന് ലഗ്നത്തിൽ കുജനും ശനിയും നിൽക്കുവാണ് ഭാവജലത്തിൽ. രാശി ചാർട്ട് വരുമ്പോഴത്തേന് 2-ൽ, ഇതും ഇടവൻ ലഗ്നമാണ്, 2-ൽ കുജൻ നിൽക്കുവാണ്. ഭാവം എടുക്കുമ്പോഴത്തേന്, ഭാവജലത്തെടുക്കുമ്പോഴത്തേന് ലഗ്നത്തിൽ കുജനും ശനിയും കൂടെ നിൽക്കുകയാണ്. ഇതും മസ്റ്റായിട്ട് കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി കഴിയുമ്പോൾ തന്നെ ഭർത്താവ് മരിക്കുകയോ അല്ലെങ്കിൽ ചീറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും അനിഷ്ടയോഗങ്ങളുണ്ടാകും. ഓക്കെ, അതുപോലെ തന്നെ അതുപോലെ നമ്മൾ കുജദോഷം നോക്കാനോ മാച്ച് മേക്കിങ്ങിനോ അല്ലെങ്കിൽ ഒരാളുടെ ഡെസ്റ്റിനി അറിയാനോ ജാതകം നോക്കാനോ എന്ത് കാര്യത്തിനാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചാർട്ടാണ് പ്രധാനപ്പെട്ട ചാർട്ട്. രാശി ചാർട്ടും ഭാവജലത്തും D30. ഞാൻ ഇന്ന് ജ്യോതിഷം ചെയ്യുന്ന ഒരു 90% ആൾക്കാർക്ക് ഇത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. അവിടുന്നും ഇവിടുന്നും കിട്ടുന്ന കളക്റ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അത് ശരിക്കും പ്രാക്ടീസ് ചെയ്യാതെ പബ്ലിഷ് ചെയ്യുവാണ്. ഓക്കെ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ ഒരു ജാതകം കിട്ടുമ്പോഴത്തേന് D30 അത് കറക്റ്റ് ബർത്ത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പരിപാടിക്ക് നമ്മൾ ഒരാളുടെ അടുത്ത് പോകാവുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം വ്യത്യാസത്തിന് ഈ ഗ്രഹങ്ങളുടെ പൊസിഷനും ലഗ്നവും ഒക്കെ മാറും. ഓക്കെ, അപ്പം കറക്റ്റായിട്ടുള്ളൊരു ബർത്ത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അപ്പം D30 ചാർട്ടിനകത്ത് ലഗ്നത്തിലോ 7-ലോ സൂര്യൻ നിൽക്കുക, അതുപോലെ തന്നെ ലഗ്നത്തിലോ 7-ലോ സൂര്യൻ്റെ കൂടെ കേതു, ബുധൻ, രാഹു ഇവ കൺജങ്ഷനൊക്കെ, അതുപോലെ തന്നെ 7-ൽ നെപ്റ്റ്യൂൺ നിൽക്കുക, ഇങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ സ്ട്രെയിറ്റ് വേ നമ്മൾ ആ ഒരു പ്രപ്പോസലുമായിട്ട് നമ്മൾ മുമ്പിലോട്ട് പോകരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റായിട്ട് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റും. ചിലപ്പോൾ മരണപ്പെടാം, അല്ലെങ്കിൽ ചീറ്റിംഗ് ഉണ്ടാകും, അല്ലെങ്കിൽ കുട്ടികളുണ്ടായി നാശത്തിലേക്ക് പോകും. അപ്പം അത് വേറൊരു ഒരു തേർഡ് പാർട്ടിക്ക് മാറ്റാൻ പറ്റുന്നതല്ല ഹ്യൂമൻ ഡെസ്റ്റിനി. ഓക്കെ, അതുപോലെ D30യെ പറ്റി പറയുമ്പോൾ തന്നെ ഞാൻ 2-3 ചാർട്ട് കാണിക്കാം. ഈ ചാർട്ടിനകത്തും ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുവാണ്. ഇതെല്ലാം കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി കഴിയുമ്പോഴത്തേന് മരണപ്പെടുകയോ അല്ലെങ്കിൽ അനിഷ്ടയോഗങ്ങളോ ഉള്ളത്. ഞാൻ എന്ത് സംഭവിച്ചെന്ന് ഇപ്പം ഈ ഓൺലൈൻ വഴി പറയുന്നില്ല. അതുപോലെ തന്നെ ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുവാണ്, രാഹു നിൽക്കുവാണ്. ഇവരെല്ലാം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും നല്ല പൊസിഷനിലൊക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ കുടുംബജീവിതം എപ്പോഴും ദുർഘടം പിടിച്ചതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും അനിഷ്ടം ഉണ്ടാകും. ഈ ലഗ്നത്തിൽ D30യിൽ ലഗ്നത്തിലോ 7-ലോ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ ആ സൂര്യനെ ശുഭഗ്രഹങ്ങൾ വീക്ഷിച്ചില്ലെങ്കിലും നടക്കാനുള്ള കാര്യങ്ങളൊക്കെ നടക്കേണ്ട സമയത്ത് കറക്റ്റ് ടൈമിൽ നടക്കും. ഈ ഒരു ചാർട്ട് ലഗ്നത്തിൽ സൂര്യനും ശനിയും നിൽക്കുവാണ്. ഇതെല്ലാം കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഭർത്താവിന് ദോഷം വരുന്ന ജാതകങ്ങളാണ്. ഓക്കെ, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക്. ഞാൻ ഇനിയും പറയാൻ പോകുന്ന അടുത്ത പോയിൻറ്റ് സൈക്കോളജിയും അസ്ട്രോളജിയും മിക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, നമ്മൾ 2 പേരുടെ ചാർട്ട് കമ്പാറ്റബിൾ ചെയ്യുമ്പോഴത്തേന് കുജദോഷമോ അല്ലെങ്കിൽ മാരേജ് കമ്പാറ്റബിലിറ്റി ഒക്കെ ചെയ്യുമ്പോഴത്തേന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാർട്ടിൽ 7-ാം ഭാവം ശുദ്ധമായിരിക്കണം. 7-ാം ഭാവത്തെ ശനിയോ രാഹുവോ അല്ലെങ്കിൽ 7-ാം ഭാവാധിപനായിട്ട് രാഹുവോ കേതുവോ സൂര്യനോ ശനിയോ ഒക്കെ ക്ലോസ് കൺജങ്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ 7-ാം ഭാവാധിപൻ 6-ൽ പോവുക, ഫോർ എക്സാമ്പിൾ മേടൻ ലഗ്നം ഏരീസ് ലഗ്നവും അല്ലെങ്കിൽ സ്കോർപ്പിയോ ലഗ്നോ അല്ലെങ്കിൽ വൃശ്ചിക ലഗ്നോ ഒക്കെ 7-ാം ഭാവാധിപൻ ശുക്രനാണ്. ആ ശുക്രൻ 6th പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവജലത്തിനകത്തോ രാശി ചാർട്ടിലോ ഒക്കെ 6th പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ത്രൂ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ വെർജിനിറ്റി പ്രതീക്ഷിക്കരുത്. ഏതെങ്കിലും രീതിയിലുള്ള ചീറ്റിങ്ങോ അല്ലെങ്കിൽ ചീറ്റിങ്ങിന് സമാനമായ മരണതുല്യമായിട്ടുള്ളോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബ്ലഫ് എപ്പോഴും സംഭവിക്കും. അതനുസരിച്ച് വേണം നിങ്ങൾ ഒരു മാരേജിനകത്തോട്ട് ഇറങ്ങിത്തിരിക്കാൻ. എപ്പോഴും നമ്മൾ ഒരു ചാർട്ട് കിട്ടി കഴിയുമ്പോൾ തന്നെ 7-ാം ഭാവം ശുദ്ധമായിരിക്കണം. 7-ാം ഭാവത്തിന് ഒരു അഫ്ലക്ഷനും ഉണ്ടാകരുത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെൻ്റൽ ഇൽനെസ്. അപ്പോൾ നമ്മൾ ഒരു കമ്പാറ്റബിൾ ടെസ്റ്റ് നടത്തുമ്പോഴത്തേന് ഈ
രണ്ട് വ്യക്തികളുമായിട്ട്, സ്ത്രീയും പുരുഷനുമായിട്ട് ഒരു മാരേജ് പ്രപ്പോസലുമായിട്ട് മുമ്പിലോട്ട് പോകുമ്പോഴത്തേന് ഈ കുജദോഷവും അനിഷ്ടയോഗങ്ങളും ഒന്നുമല്ല നമ്മൾ നോക്കേണ്ട. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്കോ അല്ലെങ്കിൽ ഈ സ്ത്രീക്കോ പുരുഷനോ മെൻ്റൽ ഇൽനെസ് ഉണ്ടോ എന്ന് നോക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റൽ ഇൽനെസ് നമുക്ക് യാതൊരു രീതിയിലും മുമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണോ മെൻ്റൽ ഇൽനെസ് ആ വ്യക്തി മറ്റുള്ള ഒരു തേർഡ് പാർട്ടി, ഇപ്പം ഒരു സ്ത്രീക്ക് ആ മെൻ്റൽ ഇൽനെസ് ഉണ്ടെങ്കിൽ പുരുഷനെ എപ്പോഴും ആ സ്ത്രീ വിക്റ്റിമാക്കും. മെൻ്റൽ ഇൽനെസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ഹൗസും 6th ഹൗസും വെച്ചാണ് വേദിക് അസ്ട്രോളജിയിൽ. ഓക്കെ, അപ്പം ഈ ഫസ്റ്റ് ഹൗസിലും 6th ഹൗസിലും നമ്മൾ ബുധനും ചന്ദ്രനുമാണ് അതിന് കാരണമാകുന്ന ഗ്രഹങ്ങൾ. ഓക്കെ, ഈ ബുധനെയും ചന്ദ്രനെയും രാഹു ഹെവി അഫ്ലക്ഷനോ അല്ലെങ്കിൽ ബുധൻ്റെയും ചന്ദ്രൻ്റെയും ക്ലോസ് കൺജങ്ഷനായിട്ടോ 6th ഹൗസിലോ ഫസ്റ്റ് ഹൗസിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഹൗസിലോ 6th ഹൗസിലേക്ക് ദൃഷ്ടി ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോഴത്തേനാണ് ആ ചാർട്ട് നമുക്ക് കൺഫേം ചെയ്യാം ഈ പർട്ടിക്കുലർ വ്യക്തിക്ക് മെൻ്റൽ ഇൽനെസ് ഉണ്ടെന്ന്. ഭാവജലത്താണ് അത് നോക്കേണ്ടത്. ഭാവജൽ ചാർട്ട് വെച്ച് നോക്കണം. ഭാവജലത്തിനകത്ത് ഈ ഗ്രഹങ്ങളുടെ പൊസിഷൻ മാറുന്നുണ്ടോ എന്ന് നോക്കണം. ചിലപ്പം ചിലർക്ക് രാശി ചാർട്ട് നോക്കുമ്പോഴത്തേന് മെൻ്റൽ ഇൽനെസ് കാണത്തില്ല, ഭാവജൽ ചാർട്ട് നോക്കുമ്പോഴത്തേനാണ് മെൻ്റൽ ഇൽനെസ് കാണുന്നത്. ഓക്കെ, അപ്പം ഇവ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഒരാളുടെ രണ്ട് വ്യക്തികളുമായിട്ട് മുമ്പിലോട്ട് ലോങ് ടേം റിലേഷൻഷിപ്പിന് പോകാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനോ. ഓക്കെ, നമ്മൾ അതുകൊണ്ട് ഈ ഒരു നൂറ്റാണ്ടിൽ നമ്മൾ ഒരു മാരേജ് പ്രപ്പോസലുമായിട്ട് മുമ്പിലോട്ട് പോകുമ്പോഴത്തേന് മാച്ച് മേക്കിംഗ് അല്ല നോക്കേണ്ടത്. മാച്ച് മേക്കിങ്ങും കുജദോഷമൊന്നുമല്ല ഒരാളുടെ ഗ്രഹനിലയെ നോക്കേണ്ടത്. രണ്ട് വ്യക്തികളുടെയും, സ്ത്രീയുടെയും പുരുഷൻ്റെയും എൻറ്റയർ ചാർട്ടാണ് അനലൈസ് ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചാർട്ടിനകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള അഫയേഴ്സിനുള്ള യോഗമുണ്ട്, ചില ചാർട്ടിനകത്ത് മൾട്ടിപ്പിൾ മാരേജിനുള്ള യോഗമുണ്ട്, ചില ചാർട്ടിനകത്ത് മൾട്ടിപ്പിൾ ഡിവോഴ്സിനുള്ള യോഗമുണ്ട്. നല്ലതും ചീത്തതുമായിട്ടുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട്. ഓക്കെ, അപ്പം സെയിം ആയിട്ടുള്ള ഡെസ്റ്റിനി ഉള്ളവരെ മാത്രമേ കൂടെ ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ ആ കുടുംബജീവിതം എപ്പോഴും ദുരിതപൂർണ്ണമായിരിക്കും. നമ്മൾ ഒരു പ്രശ്നത്തിൽ ചാടുന്നതിൻ്റെ മുമ്പാണ് അസ്ട്രോളജി നോക്കട്ടെ. സപ്പോസ് നിങ്ങൾക്ക് ജ്യോതിഷത്തിൽ വിശ്വാസമില്ല, അതുപോലെ തന്നെ നിങ്ങൾ ദൈവവിശ്വാസിയില്ല, ചിലവർ ദൈവവിശ്വാസികളാണ്. അപ്പം ഏത് ടൈപ്പ് ആൾക്കാരാണെങ്കിലും ഇനി ഞാൻ പറയാൻ പോകുന്ന 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴത്തേന് പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് എക്സിറ്റ് ആകാൻ പറ്റും. ഈ ഒരു നൂറ്റാണ്ടിൽ നമ്മളൊരു മാരേജ് പ്രപ്പോസലുമായിട്ട് മുമ്പിലോട്ട് പോകുമ്പോഴത്തേന് 4 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തേത് ജെനറ്റിക് ടെസ്റ്റ്, അതുപോലെ തന്നെ രണ്ടാമത്തേത് STD ടെസ്റ്റ്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് സർട്ടിഫിക്കറ്റ്. ഈ 2 ഘടകങ്ങളും മസ്റ്റാണ് ഈ ഒരു നൂറ്റാണ്ടിൽ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുമ്പിലോട്ട് പോകുമ്പോഴത്തേന്. അതുപോലെ തന്നെ നമ്മളൊരു പ്രപ്പോസലുമായിട്ട് ഒരു സ്ത്രീയുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് ഞാൻ ഈ പറയുന്നത് കാര്യങ്ങൾ കൂടുതലും ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളാണ് കൂടുതൽ സഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു വീട്ടിൽ ഒരു മാരേജ് പ്രപ്പോസലുമായിട്ട് ചെല്ലുമ്പോഴത്തേന് നമ്മൾ ആ വീട്ടിലെ മാതാപിതാക്കളുടെ കുടുംബജീവിതമാണ് ആദ്യം നോക്കേണ്ടത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ, നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആ വ്യക്തിയുടെ, പെൺകുട്ടിയുടെ അപ്പനും അമ്മയും എങ്ങനെയാണ് അവരുടെ കുടുംബജീവിതം നയിച്ചേക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് അമ്മയുടെ ലീനിയേജ്, അമ്മയുടെ കുടുംബപാരമ്പര്യം, അപ്പൻ്റെ കുടുംബപാരമ്പര്യം, ഇതെല്ലാം കൂടെ കമ്പൈനായിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ഈ അസ്ട്രോളജിയിൽ നമ്മുടെ ഡെസ്റ്റിനി വരുന്നത്. ഓക്കെ, അപ്പം ഇവ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊരു കുടുംബജീവിതത്തിലേക്ക്, മാച്ച് മേക്കിങ്ങിനും എന്ത് കാര്യത്തിലേക്കും, റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാനായി. നിങ്ങൾ യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ, എൻ്റെ പേര് മനോജ് ഫിലിപ്പ്. ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് വേദിക് അസ്ട്രോളജിയിൽ റിസർച്ച് ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ വീഡിയോസിൽ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുമ്പോഴത്തേന് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. See you soon.